ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുർ ഉന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പത്തെ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്ന് നാം ഭഗവത്ഗീത പ്രതിശ്ലോകം മനസ്സിലാക്കുവാൻ ശ്രമിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നാം ഭഗവാന്റെയും അതുപോലെ തന്നെ ഗുരു പരമ്പരയുടെയും കൃപയ്ക്കായി അപേക്ഷിക്കുന്നു. ഭഗവത്ഗീത നാം നോക്കുമ്പോൾ ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണുള്ളത്. അപ്പോൾ ഭഗവത്ഗീതയുടെ ഘടന എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണുള്ളത്. അങ്ങനെ 18 അധ്യായങ്ങളാണ് ഉള്ളത് എങ്കിലും ഇതിൽ ഓരോരോ അധ്യായങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ കഴിയും. അതായത് ഭഗവത്ഗീതയിൽ ഈ 18 അധ്യായങ്ങളെയും പല വിഭാഗങ്ങളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവത്ഗീത ഒരു നല്ല രീതിയിൽ പ്രവഹിക്കുന്നു എന്നിരുന്നാലും അതിന് അതിൻ്റെതായിട്ടുള്ള ഘടനയുണ്ട്. അതിൽ ആദ്യത്തെ അധ്യായം നമുക്ക് അവതാരികയായിട്ട് അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കാണാൻ കഴിയും. ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് സൈന്യ നിരീക്ഷണമാണ്. അർജുനന്റെ വിഷാദ യോഗമാണ്. അതിൽ നിന്ന് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഭഗവത്ഗീതയുടെ സംഗ്രഹം രണ്ടാമത്തെ അധ്യായത്തിലുണ്ട്. അപ്പോൾ ആദ്യത്തെ അധ്യായം അവതാരികയാണ്. രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഭഗവത്ഗീതയുടെ സംഗ്രഹമാണ്. പിന്നീട് മൂന്നാമത്തെ അധ്യായം മുതൽ 17ാമത്തെ അധ്യായം വരെയാണ് ഭഗവത്ഗീതയുടെ യഥാർത്ഥത്തിലുള്ള കണ്ടന്റ്. എന്നാൽ അതിനുശേഷം 18ാമത്തെ അധ്യായം ആണ് കൺക്ലൂഷൻ. അതിന്റെ സമാപ്തി എന്ന് പറയുന്നത് 18ാമത്തെ അധ്യായമാണ്. അങ്ങനെ നമുക്ക് 1, 2, 3 മുതൽ 17, പിന്നീട് 18, ഇങ്ങനെ 18 അധ്യായങ്ങളെയും വേർതിരിച്ച് കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഇത് ഒരു തരത്തിൽ നാം ഭഗവത്ഗീതയെ നോക്കിക്കാണുമ്പോൾ, ഇത് കൂടാതെ നമുക്ക് ഭഗവത്ഗീതയെ 3 തരംതിരിക്കാം, 3 വിഭാഗങ്ങളായിട്ട് കാണാൻ കഴിയും.
അതിൽ ആദ്യത്തെ 6 അധ്യായങ്ങൾ, മധ്യത്തിലുള്ള 6 അധ്യായങ്ങൾ, അതുപോലെ തന്നെ അന്തിമമായിട്ടുള്ള 6 അധ്യായങ്ങൾ. ഇതിൽ ആദ്യത്തെ 6 അധ്യായങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള യോഗങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നു. അപ്പോൾ കർമ്മയോഗങ്ങൾ തുടങ്ങി ജ്ഞാനയോഗത്തിലൂടെ, അഷ്ടാംഗയോഗത്തിലൂടെ അല്ലെങ്കിൽ ധ്യാനയോഗത്തിലൂടെ 6ാമത്തെ അധ്യായത്തിന്റെ അവസാനമെത്തുമ്പോൾ നാം ഭക്തിയോഗത്തിൽ എത്തിച്ചേരുന്നു. പിന്നീട് മധ്യത്തിലുള്ള 6 അധ്യായങ്ങൾ, 7ാമത്തെ അധ്യായം മുതൽ 12ാമത്തെ അധ്യായം വരെ ഭക്തിയോഗമാണ് പ്രതിപാദിക്കുന്നത്. അതിനുശേഷം 13 മുതൽ 18 വരെ പ്രധാനമായിട്ടും പ്രകൃതിയെ പറ്റിയുള്ള ജ്ഞാനം നമുക്ക് നൽകുന്നു. അതുകൊണ്ടാണ് ആ അധ്യായങ്ങളിലെല്ലാം നമുക്ക് ത്രിഗുണങ്ങളെ പറ്റി വളരെയധികം വിസ്തരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നിരുന്നാലും ഭഗവത്ഗീതയുടെ സത്ത എന്ന് പറയുന്നത് ഭക്തിയോഗമാണ്. അപ്പോൾ ഭഗവത്ഗീതയുടെ ആദ്യത്തെ 6 അധ്യായങ്ങളും എല്ലാ യോഗങ്ങളും നമ്മെ എത്തിച്ചേർക്കുന്നത് ആ ഭക്തിയോഗത്തിലാണ്. അപ്പോൾ ഭക്തിയോഗത്തിന്റെ പ്രസക്തി, അതിന്റെ പ്രാധാന്യം ഭഗവത്ഗീതയിൽ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. മധ്യത്തിലുള്ള 6 അധ്യായങ്ങളിൽ മാത്രമല്ല, തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് കൃഷ്ണഭക്തിയുടെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 18ാമത്തെ അധ്യായത്തിലും 17ാമത്തെ അധ്യായത്തിലും ഏത് അധ്യായം എടുക്കുകയാണെങ്കിലും ഭക്തിയുടെ പ്രാധാന്യം കുറച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ വിസ്തരിച്ചിരിക്കുന്നത് മധ്യത്തിലുള്ള 6 അധ്യായങ്ങളിൽ ആണെന്ന് മാത്രം. അപ്പോൾ ഭഗവത്ഗീതയുടെ സത്ത എന്ന് പറയുന്നത് കൃഷ്ണഭക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നാം ഇന്ന് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ്? ഭഗവത്ഗീത യഥാരൂപത്തിൽ ആ ഭഗവത്ഗീതയുടെ ആത്മാവ്, അതിന്റെ സത്ത നഷ്ടപ്പെട്ടു പോകുന്നില്ല. പലപ്പോഴും ആളുകൾ ഭഗവത്ഗീത വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ സത്ത നഷ്ടപ്പെട്ടു പോയി എന്നിരിക്കും. അതുകൊണ്ടാണ് ഭഗവത്ഗീത യഥാരൂപം വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ആദ്യത്തെ അധ്യായം നാം എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം ആണ് ഭഗവത്ഗീതയുടെ 1ാമത്തെ അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയം. ആയിരിക്കെ ആ അധ്യായത്തിലെ ആദ്യത്തെ അധ്യായത്തിലെ തന്നെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ആദ്യത്തെ 11 ശ്ലോകങ്ങളാണ്. ആദ്യത്തെ ശ്ലോകം മുതൽ 11ാമത്തെ ശ്ലോകം വരെ. എന്താണ് ഈ ശ്ലോകങ്ങളുടെ പ്രത്യേകത? ഈ ശ്ലോകങ്ങളിലാണ് ദുര്യോധനൻ എങ്ങനെയാണ് സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത് എന്ന് വിസ്തരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 11 ശ്ലോകങ്ങളിൽ സൈന്യ വിന്യാസം എങ്ങനെയാണ്, ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പ്രതിപാദിക്കുന്നു. അപ്പോൾ ഇതാണ് ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ ഭാഗം. സൈന്യവിന്യാസം, എങ്ങനെയാണ് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ്, ഇത് പ്രതിപാദിക്കുന്നു. അപ്പൊ അതിലേക്കായിട്ട് നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടന്ന് ചെല്ലാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നാം ഭഗവത്ഗീതയുടെ ഏത് അധ്യായം നോക്കുകയാണെങ്കിലും അതിനെ വിവിധ ഭാഗങ്ങളായി നാം ആദ്യം തരംതിരിക്കും. അതിനുശേഷം മാത്രമാണ് അതിലെ ഓരോരോ ശ്ലോകങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുന്നു പോകാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് എന്ന്, അല്ലെങ്കിൽ സൈന്യവിന്യാസം എങ്ങനെ എന്ന് കാണാം. അപ്പോൾ ആ ആദ്യത്തെ അധ്യായത്തിൽ നമുക്കറിയാവുന്നതുപോലെ ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് ധൃതരാഷ്ട്രർ ആണ് സംസാരിക്കുന്നത്. ധൃതരാഷ്ട്രർ സഞ്ജയനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഇതാണ് ഭഗവത്ഗീതയുടെ തുടക്കം. അപ്പോൾ ആദ്യത്തെ ശ്ലോകം ഞാൻ ചൊല്ലാം. ശ്ലോകം 1. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവഃ മാമകാഃ പാണ്ഡവൈശ്ചൈവ കിമകുർവത സഞ്ജയ.
ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു? അപ്പോൾ ഈ ശ്ലോകം നമുക്ക് വളരെ അടുത്ത് തന്നെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഇതിൽ നിന്ന് വളരെ അധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും പലരും ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായത്തിലെത്തുമ്പോൾ അവർ ചിന്തിക്കും, ഈ അധ്യായത്തിൽ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല, നമുക്ക് നേരിട്ട് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടന്നു ചെല്ലാം എന്ന്. എന്നാൽ ഭഗവത്ഗീതയുടെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ അധ്യായമാണ്. ആ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ ഭാഗമാണ് സൈന്യങ്ങളെ എങ്ങനെയാണ് അണിനിരത്തിയിരിക്കുന്നത് എന്ന്. അതിലെ ആദ്യത്തെ ശ്ലോകമാണ് ഈ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് തുടങ്ങുന്ന ശ്ലോകം. അവിടെ നമുക്ക് ആദ്യം തന്നെ ഭാവാർത്ഥത്തിലേക്ക് കടന്നു ചെല്ലാം. ഈ ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുരു പരമ്പരയിൽ നിന്ന് വരുന്ന ഭാവാർത്ഥം, വ്യാഖ്യാനം ഇതിലുണ്ട്. ആ ഭാവാർത്ഥത്തിൽ ഭഗവത്ഗീതയുടെ സത്ത വീണ്ടും വീണ്ടും ഊന്നിപ്പറയുന്നു. ഇതാണ് ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ഭാവാർത്ഥം എന്ന് പറയുന്നത് കേവലം വാഗർത്ഥമല്ല, വാക്കുകളുടെ അർത്ഥമല്ല, വാഗർത്ഥങ്ങൾക്ക് ഉപരിയായിട്ടുള്ള ഭാവാർത്ഥമാണ് ഈ പുസ്തകത്തിൽ വ്യാഖ്യാന രൂപത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാവാർത്ഥത്തിലേക്ക് കടന്നു ചെല്ലാം. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് വൈദിക ശാസ്ത്രമാണ്. അതിൻ്റെ രത്നച്ചുരുക്കമാണ് ഇവിടെ നമ്മുടെ മുൻപിലുള്ളത്. അപ്പോൾ ഗീതാ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, ഈ ഭഗവത്ഗീത എങ്ങനെയാണ് നാം പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ഭഗവത്ഗീതയുടെ പ്രാധാന്യം എന്തെന്ന് ഗീതാ മഹാത്മ്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒന്ന്, നാം എങ്ങനെ ഭഗവത്ഗീതയെ സമീപിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. പലപ്പോഴും ഭഗവത്ഗീതയ്ക്ക് വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം, സ്വാർത്ഥ മനോഭാവം ഉപേക്ഷിച്ച് വിരചിക്കപ്പെട്ട വ്യാഖ്യാനങ്ങൾ മാത്രമേ നാം പഠിക്കാവൂ, വായിക്കാവൂ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സ്വാർത്ഥ മനോഭാവത്തോടുകൂടി നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതുകയാണെങ്കിൽ അതിൻ്റെ സത്ത പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. അതുകൊണ്ട് പറയുന്നു, ആദ്യം തന്നെ നാം പഠിക്കുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് യഥാരൂപമായിരിക്കണം. ഭഗവാൻ എന്തു പറഞ്ഞോ അത് അതേപടി പ്രതിപാദിക്കണം, അത് അതേപടി വിസ്തരിക്കണം. അപ്പോൾ ഭഗവത്ഗീതയുടെ സത്ത നഷ്ടപ്പെട്ടു പോകരുത്. ഇതാണ് ആദ്യത്തെ വസ്തുത. രണ്ട്, അത്തരത്തിൽ നമുക്ക് ഭഗവത്ഗീത യഥാരൂപം ലഭിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഗുരു പരമ്പരയെ സമീപിക്കണം. ഗുരു പരമ്പരയെ സമീപിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്രകാരമാണോ ഈ ഭഗവത് ജ്ഞാനം അർജുനന് പകർന്നു കൊടുത്തത്, എപ്രകാരമാണോ അർജുനൻ ഈ അറിവ് സ്വീകരിച്ചത്, അതേപടി വേണം നാം ഈ ഭഗവത്ഗീത ഉൾക്കൊള്ളാൻ. അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കഴമ്പ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വസ്തുത. ഒന്ന്, നാം പഠിക്കേണ്ടത് സ്വാർത്ഥ പ്രചോദനങ്ങളില്ലാത്ത ഭഗവത്ഗീത വ്യാഖ്യാനമായിരിക്കണം. വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളരുത് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഭാഷണങ്ങളിൽ. രണ്ട്, ഈ അറിവ് ഗുരു ശിഷ്യ പരമ്പരയിൽ നിന്ന് വേണം നമുക്ക് ലഭിക്കേണ്ടത്. ആ ഗുരു ശിഷ്യ പരമ്പരയുടെ തുടക്കം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അല്ലാതെ ഒരു ഗുരു നിർമ്മിച്ചെടുത്ത വ്യാഖ്യാനം ആകരുത്. അതാണ് ഈ ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പ്രത്യേകത. ഇത് കൂടാതെ ഭഗവത്ഗീതയുടെ പ്രാധാന്യത്തെപ്പറ്റിയും ഗീതാ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ തന്നെ ഭഗവത്ഗീതയിലുണ്ട് എന്ന് മാത്രമല്ല,
മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയാത്ത വസ്തുക്കളും നമുക്ക് ഭഗവത്ഗീതയിൽ കാണാൻ കഴിയും. അങ്ങനെ ഭഗവത്ഗീത പരിപൂർണമാണ്. ഇത് ഭഗവത്ഗീതയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് കൂടാതെ 2 സാക്ഷാൽ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഭഗവത്ഗീത ഉപദേശിച്ചത്. അപ്പൊ ഇത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഭഗവത്ഗീതയുടെ പ്രാധാന്യം, എങ്ങനെയാണ് നാം ഭഗവത്ഗീതയെ സമീപിക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെയും മനോവികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവരുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ, വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഭഗവത്ഗീത വ്യാഖ്യാനിക്കരുത്, അത് പഠിക്കരുത്. അതിനു പകരം നേരിട്ട് ഭഗവാനിൽ നിന്ന് തുടങ്ങുന്ന ആ ശിഷ്യ പരമ്പരയിൽ നിന്ന് ഈ അറിവ് സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭഗവത്ഗീതയുടെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലാകും, അതിന്റെ സത്ത എന്തെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം ഉണ്ടാകും. ഭഗവത്ഗീത ഫലവത്താണോ അല്ലയോ എന്നറിയണമെങ്കിൽ അത് മനസ്സിലാക്കുക മാത്രം പോരാ, അത് നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരിക കൂടി വേണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഭഗവത്ഗീത യഥാർത്ഥത്തിൽ ഫലവത്താണോ അല്ലയോ എന്ന്. ഇപ്പൊ ഭഗവത്ഗീതയ്ക്ക് സ്വാർത്ഥ ചിന്തകളോടുകൂടിയുള്ള വ്യാഖ്യാനങ്ങൾ നൽകുകയോ അത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നൽകുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാവുകയില്ല. അപ്പോൾ ഭഗവത്ഗീത വെറും ബൗദ്ധിക തലത്തിൽ കാണരുത്, വെറും വികാരങ്ങളുടെ തലത്തിൽ കാണരുത്. ഇത് ഭഗവാൻ എങ്ങനെ ഉപദേശിക്കുന്നു അതേ പടി തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിലേക്കായിട്ട് നമുക്ക് കടന്നു ചെല്ലാം. അപ്പോൾ ഭാവാർത്ഥത്തിലേക്ക് കൂടുതൽ നമുക്ക് കടന്നു ചെല്ലാം. ഈ ശ്ലോകത്തിൽ ആദ്യം പറയുന്നത് എന്ത് തന്നെയാണ്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. ഇതാണല്ലോ ഭഗവത്ഗീതയുടെ തുടക്കം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു തുടക്കം തന്നെയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ. എന്താണ് ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ പ്രത്യേകത? കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് പണ്ട് കാലം മുതൽ തന്നെ, വൈദിക കാലങ്ങളിൽ പോലും ആളുകൾ പല വിധത്തിലുള്ള പുണ്യകർമ്മങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടി അവിടെ ഒത്തുകൂടിയിരുന്നു. പറയുന്നു, മനുഷ്യർ മാത്രമല്ല ദേവതകൾ പോലും ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വന്നിരുന്നു. അതുകൊണ്ടാണ് ഈ കുരുക്ഷേത്ര ഭൂമിയെ ധർമ്മക്ഷേത്രം എന്ന് പറയാൻ കാര്യം. അവിടെ അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് ധർമ്മക്ഷേത്രം. അപ്പോൾ ആധ്യാത്മിക ക്രിയകൾ, ചടങ്ങുകൾ അനുഷ്ഠിക്കാൻ ഉതകുന്ന സ്ഥലമാണ് ധർമ്മക്ഷേത്രം. അങ്ങനെ ഇരിക്കെ ഈ ധർമ്മക്ഷേത്രത്തിൽ ആകുന്ന കുരുക്ഷേത്രത്തിൽ കൗരവ പാണ്ഡവാദികൾ അണിനിരന്നിരിക്കുകയാണ്. യുദ്ധത്തിന് എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തു കഴിഞ്ഞു. അവർ യുദ്ധോത്സുകരാണ്, അവർ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ധൃതരാഷ്ട്രർ എന്താണ് ചോദിക്കുന്നത്? എന്റെ പുത്രന്മാരും അതുപോലെ തന്നെ പാണ്ഡവരും അവിടെ എന്ത് ചെയ്തു എന്ന്. കിം അകുർവത സഞ്ജയ, എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തിയുണ്ട്. ഈ ചോദ്യത്തിന്റെ പുറകിൽ തന്നെ മറ്റൊരർത്ഥമുണ്ട്. ഒരു യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ 2 കൂട്ടരും ഇരുവശത്തും അണി നിരക്കുകയാണ്. അപ്പോൾ അവരെന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഒരർത്ഥത്തിൽ ചോദിക്കുകയാണെങ്കിൽ എന്താണ് അർത്ഥം? കാര്യം യുദ്ധത്തിന് വരികയാണ്, അവർ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവർ എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നമുക്കറിയാം. അവർ യുദ്ധം ചെയ്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ഒരു പ്രസക്തി ഉണ്ട് എന്ന് പറയാൻ കാരണം. എന്താണ്? ധൃതരാഷ്ട്രക്ക് സ്വന്തം മക്കളുടെ വിജയത്തെപ്പറ്റി സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ യുദ്ധം നടന്നോ എന്ന രീതിയിലാണ് ഈ ചോദ്യം. ധൃതരാഷ്ട്രർ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: ഈ യുദ്ധം നടക്കുന്നത് ഒരു ധർമ്മഭൂമിയിലാണ്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. അപ്പോൾ ഈ ധർമ്മക്ഷേത്രം ഒരിക്കലും ഈ യുദ്ധം
ഇല്ലാതാക്കാൻ കാരണമാകരുത്. അപ്പൊ പലപ്പോഴും പുണ്യഭൂമിയിൽ ആ പുണ്യഭൂമിയുടെ പ്രഭാവത്താൽ പലപ്പോഴും ആ യുദ്ധം ഇല്ലാതായി എന്ന് വരും. അതൊരിക്കലും സംഭവിക്കരുത് എന്നാണ് ധൃതരാഷ്ട്രർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അതുറപ്പിക്കാനാണ് ഇപ്രകാരം ഒരു ചോദ്യം, എന്താണ് അവർ ചെയ്തത് എന്ന്. അപ്പോൾ ധൃതരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എന്തുകൊണ്ടും നടക്കണം, എങ്ങനെയെങ്കിലും എൻ്റെ പുത്രന്മാർക്ക് രാജ്യം ലഭിക്കണം. ഇതാണ് ധൃതരാഷ്ട്രയുടെ അവസ്ഥ, ഇതാണ് ധൃതരാഷ്ട്രയുടെ ചിന്ത. അപ്പോൾ ആ പാവന സ്ഥലത്തിന്റെ സ്വാധീനം കൊണ്ട് യുദ്ധം നടക്കുകയോ നടക്കില്ലയോ എന്ന ഒരു ഭയം ധൃതരാഷ്ട്രർക്ക്. അതുകൊണ്ട് ഇത്തരത്തിൽ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിച്ചു. ഇത് കൂടാതെ മറ്റൊരു പ്രാധാന്യവുമുണ്ട്. ധൃതരാഷ്ട്രർ എന്താണ് പറയുന്നത്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുത്സവ മാമകാഹ പാണ്ഡവശ്ചേവ. മാമകർ എന്നാണ് വിളിക്കുന്നത്. ആരെ? സ്വന്തം പുത്രന്മാരെ മാത്രമാണ് മാമകർ എന്ന് വിളിക്കുന്നത്. എന്റെ പുത്രന്മാർ, മാമക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആളുകൾ. അപ്പോൾ അവിടെ തന്നെ ധൃതരാഷ്ട്രർക്ക് സ്വന്തം പുത്രന്മാരോട് മാത്രമാണ് താല്പര്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ കുരുവംശത്തിൽ ദുര്യോധനാദികളും അതുപോലെ തന്നെ പാണ്ഡവരും രണ്ടുപേരും കുരുവംശത്തിലുള്ളവരാണ്. എന്നാലും ധൃതരാഷ്ട്രർ സ്വന്തം പുത്രന്മാരെയാണ് കുരുവംശജരായിട്ട് കാണുന്നത്, പാണ്ഡവരെ കുരുവംശജരായിട്ട് കാണുന്നില്ല. ഇതും ധൃതരാഷ്ട്രരുടെ സ്വാർത്ഥ മനോഭാവം കാണിക്കുന്നു. അങ്ങനെ ധൃതരാഷ്ട്രർ ഭൗതിക തലത്തിൽ അന്ധനാണ്, അതുപോലെ തന്നെ ആധ്യാത്മിക തലത്തിലും അന്ധനാണ്. അപ്പോൾ നേത്രങ്ങൾ കൊണ്ട് അന്ധനാണ്, അതുപോലെ തന്നെ മനസ്സുകൊണ്ടും അന്ധൻ തന്നെയാണ്. ഇതാണ് ധൃതരാഷ്ട്രരുടെ അവസ്ഥ. അതുകൊണ്ടാണ് ധൃതരാഷ്ട്രർ ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാണ്ഡവരും കൗരവരും അണിനിരക്കുന്നത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലാണ്. ആ കുരുക്ഷേത്ര യുദ്ധക്കളം ധർമ്മക്ഷേത്രമാണ്, പുണ്യഭൂമിയാണ്. അത് മാത്രമല്ല, ധർമ്മത്തിന്റെ പിതാവായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും അവിടെ നിലകൊള്ളുന്നു. അപ്പോൾ കുരുക്ഷേത്രത്തിന്റെ പ്രഭാവമുണ്ട്. ഇത് കൂടാതെ ധർമ്മത്തിന്റെ അധിപതിയായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനും അവിടെയുണ്ട്. അപ്പോൾ ധൃതരാഷ്ട്രക്ക് തീർച്ചയായിട്ടും ഭയമുണ്ട്. ഈ യുദ്ധം നടക്കുമോ എന്ന്. ഇത് മാത്രമല്ല, ഈ യുദ്ധം നടന്നാൽ തന്നെ അതിന്റെ അന്തിമ ഫലം എന്തായിരിക്കും എന്ന്. അതുകൊണ്ട് എന്താണ്, ധർമ്മപിതാവായ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ വെച്ച് വിളനിലത്തിൽ കളകളെ എന്ന പോലെ ധൃതരാഷ്ട്രപുത്രന്മാരായ ദുര്യോധനാദികളെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും യുധിഷ്ഠിരന്റെ നേതൃത്വത്തിലുള്ള ധാർമ്മികരെ ഭഗവാൻ നാട് വാഴിക്കുമെന്നും ഇതിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. അപ്പോൾ ഭഗവാനുണ്ട്, ഇത് ധർമ്മക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് പാണ്ഡവരുടെ വിജയം വിളിച്ചോതുന്നതാണ് ഭഗവത്ഗീതയുടെ ആദ്യത്തെ ശ്ലോകം തന്നെ. ഈ ഭഗവത്ഗീതയുടെ മാത്രമല്ല, മഹാഭാരതത്തിലുള്ള ഈ യുദ്ധത്തിന്റെ അന്തിമ ഫലവും എന്തെന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ കാണിച്ചു തരുന്നു. ഈ കിമകുർവത സഞ്ജയ, ആ ചോദ്യത്തിൽ തന്നെ എല്ലാം അടങ്ങിയിരിക്കുന്നു. ഒന്ന്, ധർമ്മക്ഷേത്രമാണ്. രണ്ട്, അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ട്. അതുകൊണ്ട് വിളനിലത്തിൽ എപ്രകാരമാണോ കളകളെ പറിച്ചു കളയുന്നത്, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തിൽ പാണ്ഡവാദികൾ ദുര്യോധനാദികളെ ഉന്മൂല നാശം ചെയ്യും എന്ന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ ശ്ലോകം ഇതുകൊണ്ട് വളരെ പ്രസക്തമാണ്. ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ധൃതരാഷ്ട്രയുടെ ഭയം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ധൃതരാഷ്ട്രയുടെ സ്വാർത്ഥ മനോഭാവം കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ധൃതരാഷ്ട്രർ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഭൗതികമായിട്ട് മാത്രം അന്ധനായിട്ടുള്ള ഒരാളെയല്ല, ആധ്യാത്മികമായിട്ടും അന്ധനായിട്ടുള്ള ഒരു വ്യക്തിയെ കാണിക്കുന്നു. ഇത്തരത്തിൽ
ധൃതരാഷ്ട്രർ അവിടെ ഇരിക്കുകയാണ്. എന്നിരുന്നാലും ധർമ്മക്ഷേത്ര ഭൂമിയിലാണ് ഈ യുദ്ധം നടക്കുന്നത്. സാക്ഷാൽ ധർമ്മത്തിന്റെ പിതാവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. അതുകൊണ്ട് യുദ്ധത്തിന്റെ വിജയം പാണ്ഡവാദികൾക്ക് തന്നെ എന്ന് വിളിച്ചോതുന്നതാണ് ഈ ശ്ലോകം. ഇതാണ് ഭഗവത്ഗീതയുടെ തുടക്കം. അപ്പോൾ ഭഗവത്ഗീതയുടെ അന്തിമ ഫലം, മഹാഭാരതത്തിന്റെ അന്തിമ ഫലം ഈ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പ്രതിപാദിക്കുന്നു. ഇങ്ങനെയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. ഇതിനു ശേഷം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടന്നു ചെല്ലാം. ആർക്കെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക, അത് ഓർമ്മിച്ച് വെക്കുക. നമ്മൾ ഇന്നത്തെ എല്ലാ ശ്ലോകങ്ങൾ പറഞ്ഞു തീർന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ രണ്ടാമത് ശ്ലോകം. അപ്പോൾ സഞ്ജയനാണ് ഇനിയും സംസാരിക്കുവാൻ പോകുന്നത്. സഞ്ജയ ഉവാച ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ആരാണ്? തീർച്ചയായിട്ടും ദുര്യോധനൻ തന്നെയാണ്. ഇവിടെ ദുര്യോധനെ രാജാവ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ ഭാവാർത്ഥത്തിൽ ചില പ്രബോധത്തിൽ പറയുന്നുണ്ട്. ജനനം മുതൽക്കേ അന്ധനായിരുന്നു ധൃതരാഷ്ട്രർ. നിർഭാഗ്യവശാൽ ആധ്യാത്മിക വീക്ഷണവും അദ്ദേഹത്തിനില്ല. ഇതാണ് ധൃതരാഷ്ട്രരുടെ അവസ്ഥ. അങ്ങനെയാണെങ്കിലും ഇവിടെ ദുര്യോധനനും ഭയമുണ്ട്. എന്തുകൊണ്ടാണ് ദുര്യോധനന് ഭയമുള്ളത്? പാണ്ഡവരുടെ സേനാവ്യൂഹങ്ങൾ കണ്ടപ്പോൾ ദുര്യോധനനും ഉള്ളിൽ ഭയമുണ്ടായി. അതുകൊണ്ട് ആ സേനാവ്യൂഹങ്ങളെ കണ്ടതിന് ശേഷം ദുര്യോധനൻ തന്റെ ആചാര്യനായിട്ടുള്ള ദ്രോണാചാര്യരുടെ പക്കലെത്തുന്നു. അങ്ങനെ ദ്രോണാചാര്യരോട് സംസാരിക്കാൻ പോവുകയാണ്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അങ്ങനെ ഇരിക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ദുര്യോധനൻ ഒരു നയതന്ത്രജ്ഞൻ അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന ആ നിലയിലും പ്രഗത്ഭനായിരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ ദ്രോണാചാര്യനെ നേരിട്ട് ചെന്ന് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലും ദുര്യോധനന് ഉള്ളിൽ പല ഉദ്ദേശങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് നേരെ ദ്രോണാചാര്യരുടെ പക്കൽ എത്തുന്നത്. അവിടെ ചെന്ന് ദുര്യോധനൻ നേരെ ദ്രോണാചാര്യരോട് സംസാരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ദുര്യോധനൻ ദ്രോണാചാര്യരോട് സംസാരിക്കുന്നത് എന്ന് നോക്കാം. ശ്ലോകം 3. പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യാ മഹതീം ചമൂം യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. ഇതിൽ പല കാര്യങ്ങളുമുണ്ട് മനസ്സിലാക്കാനായിട്ട്. ഇവിടെ എന്താണ് ദുര്യോധനൻ ചെയ്യുന്നത്? സ്വന്തം ആചാര്യന്റെ, അധ്യാപകന്റെ മുൻപിൽ ചെന്നിട്ട് പറയുകയാണ്, നോക്കൂ, അങ്ങയുടെ ബുദ്ധിശാലിയായിട്ടുള്ള ശിഷ്യൻ ദ്രുപദപുത്രൻ ആരാണ്? ദൃഷ്ടദ്യുമ്നൻ ഒരുക്കിയിരിക്കുന്ന ആ സൈന്യത്തെ ഒന്ന് നോക്കിക്കാണൂ എന്നാണ് ആചാര്യനോട് പറയുന്നത്. അപ്പോൾ ആചാര്യന് ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. ദ്രോണർക്ക് ദുര്യോധനൻ ഇത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവരെല്ലാവരും യുദ്ധക്കളത്തിൽ നിരന്നു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ദ്രോണന് ഇത് കാണാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിരുന്നാലും എന്തിനു വേണ്ടിയിട്ടാണ് ദുര്യോധനൻ പ്രകാരം പറയുന്നത്? അല്ലയോ ആചാര്യ, ഈ ദൃഷ്ടദ്യുമ്നൻ അണിനിരത്തിയിരിക്കുന്ന ഈ സൈന്യത്തെ ഒന്ന് നോക്കിക്കാണുമെന്ന്. അതിൽ ഒരു ഗൂഢ ഉദ്ദേശ്യമുണ്ട്. ഇതാണ് ദുര്യോധനന്റെ ബുദ്ധി.
ദുര്യോധനന് നയതന്ത്രജ്ഞനാണ്, രാഷ്ട്രതന്ത്രജ്ഞനാണ്, രാഷ്ട്രീയം നല്ലതായിട്ട് അറിയാം, എപ്പോഴും പൊളിറ്റിക്കലി കറക്റ്റ് ആണ്. അപ്പോൾ നേരെ ദ്രോണാചാര്യോട് പറയുകയാണ്, ഇത് ഈ പാണ്ഡവരുടെ സൈന്യത്തെ നോക്കൂ, ആരാണ് ആ സൈന്യത്തെ അണിനിരത്തിയിരിക്കുന്നത്? വേറെ ആരുമല്ല, ദ്രുപദപുത്രനാണ്. ആ ദ്രുപദപുത്രനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നന്റെ പ്രത്യേകത എന്താണ്? ആ ദ്രുപദപുത്രനെ ധനുർവിദ്യ അഭ്യസിച്ച് കൊടുത്തത് ആരാണ്? ദ്രോണാചാര്യരാണ്. അപ്പോൾ ദ്രുപദപുത്രൻ ദ്രോണാചാര്യരുടെ ശിഷ്യനാണ്, പക്ഷേ ഇപ്പോൾ ശത്രുപക്ഷത്താണ്. അതുകൊണ്ട് പറയുകയാണ്, ദ്രോണാചാര്യ, അങ്ങ് ഒരു തെറ്റ് ചെയ്തു. എന്താണ് ആ തെറ്റ്? അങ്ങൊരു ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ബുദ്ധിയുള്ള ഒരാൾ, അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം ഔദാര്യം ഉള്ള ഒരു വ്യക്തി. ഇതാണ് ബ്രാഹ്മണൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ദ്രോണർ ബ്രാഹ്മണനായതുകൊണ്ട് ദ്രുപദപുത്രനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നൻ വന്ന് ചോദിച്ചു, എനിക്ക് ധനുർവിദ്യ അഭ്യസിക്കാമോ എന്ന്. എന്നിരുന്നാലും ദ്രോണർ അത് സമ്മതിച്ചു. അങ്ങനെ ആ ധനുർവിദ്യ പകർന്നു കൊടുത്തു. അപ്പോൾ ഇവിടെ ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത എന്ന് പറയുന്ന അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങൊരു തെറ്റ് ചെയ്തു. അങ്ങ് ഒരിക്കലും ധനുർവിദ്യ ദൃഷ്ടദ്യുമ്നന് പകർന്നു നൽകാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? ദ്രുപദനും ദ്രോണനും ശത്രുക്കളായി മാറി. നമുക്കതിന്റെ ചരിത്രം അറിയാം. കുട്ടിക്കാലത്ത് അവർ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ദ്രുപദൻ പറയുന്നു, ഞാൻ രാജാവാകുമ്പോൾ പാതി രാജ്യം ദ്രോണന് നൽകാം എന്ന്. പിന്നീട് ദ്രോണൻ ചെന്ന് ചോദിക്കുമ്പോൾ ദ്രുപദൻ എന്താണ് പറയുന്നത്? സൗഹൃദം തുല്യാത്മാക്കൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന്. നമ്മൾ തുല്യതയില്ലെങ്കിൽ സൗഹൃദം പറ്റില്ല, സമത്വമില്ലെങ്കിൽ സൗഹൃദമില്ല എന്നാണ് ദ്രുപദൻ പറയുന്നത്. ഇത് ദ്രോണനെയും അതുപോലെ തന്നെ ദ്രുപദനെയും അകൽപ്പിച്ചു. അവർ രണ്ടുപേരും രണ്ടു വശത്തേക്ക് പോയി. അങ്ങനെ അവർ ശത്രുക്കളായിട്ട് മാറി. അങ്ങനെ ഇരിക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ദ്രുപദപുത്രന് ഈ അറിവ് പകർന്നു കൊടുത്തത്? ഇതാണ് ഒരു ബ്രാഹ്മണന്റെ ഗുണം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഉദാര മനസ്കനാണ്. അപ്പോൾ അതുകൊണ്ട് വേറൊരു കാര്യം കൂടി ഇവിടെ ദുര്യോധനൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണ്? അങ്ങ് ഈ ധനുർവിദ്യ ശത്രുപക്ഷത്തുള്ള ദ്രുപദപുത്രന് പകർന്നു കൊടുത്തു. മാത്രമല്ല, അങ്ങയുടെ വത്സല ശിഷ്യനാണ് അർജുനൻ. അർജുനനും ശത്രുപക്ഷത്ത് തന്നെയാണ്. അതുകൊണ്ട് അർജുനനോട് യുദ്ധം ചെയ്യുമ്പോൾ യാതൊരു ദയാദാക്ഷിണ്യവും ചെയ്യരുത്, നല്ല കർക്കശമായിട്ട് തന്നെ യുദ്ധം ചെയ്യണം എന്നാണ് ദുര്യോധനൻ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ദുര്യോധനന്റെ ആ നയതന്ത്ര വൈദഗ്ധ്യം കൊണ്ട് ദ്രോണാചാര്യോട് പറയുകയാണ്, അങ്ങൊരു തെറ്റ് ചെയ്തു, ഇനി അത്തരത്തിലുള്ള തെറ്റ് ആവർത്തിക്കരുത്. അർജുനോട് യുദ്ധം ചെയ്യുമ്പോൾ യാതൊരു ദാക്ഷിണ്യവും പാടില്ല. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ദുര്യോധനൻ ആചാര്യനെ നേരിട്ട് കാണുന്നത്. അങ്ങനെ ദുര്യോധനൻ വീണ്ടും ദ്രോണാചാര്യോട് സംസാരിക്കുകയാണ്. അതാണ് നാലാമത്തെ ശ്ലോകം. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യോധനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥാഃ. ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട്. അപ്പോൾ ഒന്നൊന്നായിട്ട് പാണ്ഡവ പക്ഷത്തുള്ള മഹാരഥിമാരുടെ നാമധേയങ്ങളാണ് ഇവിടെ ദുര്യോധനൻ പറയുന്നത്. അപ്പോൾ ദുര്യോധനൻ വീണ്ടും ദ്രോണരോട് ശത്രുപക്ഷത്തെ പറ്റിയാണ് പറഞ്ഞു നൽകുന്നത്. അവിടെ ആരൊക്കെയാണുള്ളത്? ഭീമാർജുനോട് ഒപ്പം നിൽക്കാൻ സാധിക്കുന്ന യുയോധനൻ, വിരാടൻ, ദ്രുപദൻ എന്നിങ്ങനെയുള്ള വീരന്മാർ ശത്രുപക്ഷത്തുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരെയും ഒന്നൊന്നായിട്ട്
ദുര്യോധനൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭീമന്റെയും അർജുനന്റെയും പേരുപയോഗിക്കുന്നുണ്ട്. അതിലും ഒരർത്ഥമുണ്ട്. ദുര്യോധനൻ അറിയാം ശത്രുപക്ഷത്ത് ഏറ്റവും അധികം ശക്തിയുള്ളത് ഭീമനാണെന്ന്. അതുകൊണ്ട് ആദ്യം തന്നെ ഭീമന്റെ നാമധേയമാണ് ഇവിടെ വരുന്നത്. മാത്രമല്ല ദുര്യോധനന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് ഭീമനോടാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഭീമന്റെ നാമധേയമാണ് വരുന്നത്. അതിനുശേഷം ധനുർവിദ്യയിൽ ഏറ്റവും അധികം പ്രാവീണ്യമുള്ള അർജുനന്റെ നാമധേയമാണ് വരുന്നത്. അങ്ങനെ വളരെ രാഷ്ട്രീയ ബുദ്ധിയോടുകൂടി തന്നെയാണ് ദുര്യോധനൻ സംസാരിക്കുന്നത്. ആദ്യം ഭീമനെ പറ്റി പറയുന്നു, അതിനുശേഷം അർജുനനെ പറ്റി പറയുന്നു. പിന്നീട് പറയുന്നു മറ്റ് യോദ്ധാക്കൾ ഭീമാർജുനന്മാർക്ക് സമാനമാണെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകങ്ങളിലേക്ക് കടക്കാം. എന്താണ് ദുര്യോധനൻ വീണ്ടും പറയുന്നത് എന്ന് നോക്കാം. ഇതെല്ലാം ദുര്യോധനന്റെ രാഷ്ട്രീയ ബുദ്ധിയാണ് കാണിക്കുന്നത്. ദുര്യോധനന്റെ ബുദ്ധി എന്ന് പറയുന്നത് ദുർബുദ്ധിയാണ്. എന്തുകൊണ്ടാണ്? ഭക്തന്മാർക്കെതിരെയാണ് ദുര്യോധനൻ യുദ്ധം ചെയ്യുന്നത്. ഭഗവാനെതിരെയാണ് ദുര്യോധനൻ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് അത് ദുർബുദ്ധിയായിട്ട് നാം കാണുന്നു. 5-ാമത്തെ ശ്ലോകം. ദൃഷ്ടകേതുസ്കേജിതാന കാശീരാജശ്ച വീര്യവാൻ പുരിജിത് കുന്തി ഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. ദൃഷ്ടകേതനും ചേകിതാനൻ കാശിരാജാവ് പുരിജിത്ത് കുന്തിഭോജൻ ശൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മറ്റു യോദ്ധാക്കളെ പറ്റിയും ഇവിടെ ദുര്യോധനൻ ദ്രോണാചാര്യർക്ക് പറഞ്ഞു നൽകുന്നു. ശ്ലോകം 6. യുധാമന്യശ്ച വിക്രാന്ത ഉത്തമൗജശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയശ്ച സർവ ഏവാ മഹാരഥാഃ. കൂടാതെ പരാക്രമിയായ യുധമന്യു, ബലവാനായ ഉത്തമോജസ്, സുഭദ്രാപുത്രൻ, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. അവരെല്ലാം മഹാരഥന്മാർ തന്നെ. അങ്ങനെ മറ്റ് യോദ്ധാക്കളെ പറ്റിയും പറയുന്നു. അങ്ങനെ നാം ഇപ്പോൾ അടുത്തത് 7-ാമത്തെ ശ്ലോകത്തിൽ എത്താൻ പോവുകയാണ്. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ബ്രാഹ്മണോത്തമ, എന്റെ സൈന്യത്തെ നയിക്കുന്നത് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ ശത്രുപക്ഷത്തെ പറ്റി പ്രതിപാദിച്ചതിന് ശേഷം ദുര്യോധനൻ ചിന്തിക്കുകയാണ്, ഇത്തരത്തിൽ നമ്മുടെ ശത്രുക്കളെ പറ്റി ഇത്ര അധികം ദ്രോണർക്ക് പറഞ്ഞു നൽകിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉത്സാഹത്തിന് എന്തെങ്കിലും ക്ഷയം സംഭവിക്കുമോ? അദ്ദേഹത്തെ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയാണോ? ഇപ്രകാരം ദുര്യോധനൻ ചിന്തിച്ചു തുടങ്ങി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബുദ്ധി ഉപയോഗിച്ച് ഇനിയും നമ്മുടെ സൈന്യത്തെ പറ്റി വർണ്ണിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദ്രോണരെ ബ്രാഹ്മണോത്തമ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്, ദ്വിജോത്തമ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ ആ പടനായകന്മാരെ പറ്റി ഞാൻ ഇപ്പോൾ വർണ്ണിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഇത് വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ദുര്യോധനന്റെ ഓരോ പ്രവൃത്തിയും നയതന്ത്ര ബുദ്ധിയോടുകൂടി തന്നെയാണ്. കാര്യം ആദ്യം തന്നെ ദ്രോണരെയാണ് സമീപിക്കുന്നത്. കാര്യം ഉള്ളിൽ ഭയമുള്ളത് കൊണ്ട്. അതിനുശേഷം ദ്രുപദപുത്രനെ പറ്റി സംസാരിക്കുന്നു. ദ്രുപദപുത്രനാണ് ഈ സൈന്യത്തെ അണിനിരത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ദ്രോണന്റെ തെറ്റെന്ത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. എന്നിട്ട് പറയുന്നു, എതിർപക്ഷത്ത് അങ്ങയുടെ പ്രിയ വത്സല ശിഷ്യനായിട്ടുള്ള അർജുനനുണ്ട്. പക്ഷെ ആ അർജുനനോട് യാതൊരു വിധത്തിലുള്ള ദയാദാക്ഷിണ്യവും കാണിക്കരുത്. ഇതാണ് ഉള്ളിലുള്ള അർത്ഥം. അതിനുശേഷം ഒന്നൊന്നായിട്ട് മറ്റ് യോദ്ധാക്കളുടെ നാമധേയങ്ങൾ വർണ്ണിക്കുന്നു. അതിൽ തുടക്കം തന്നെ ഭീമന്റെയും അർജുനന്റെയുമാണ് നാമധേയങ്ങൾ പറയുന്നത്. അതിന് കാരണം ഭീമനാണ് പാണ്ഡവപക്ഷത്ത് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്. എന്നാൽ ധനുർവിദ്യയിൽ ആ പാടവത്തിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ളത് അർജുനനാണ്. അതുകൊണ്ട് അർജുനനെ പറ്റിയും പറയുന്നു. അങ്ങനെ വളരെ തന്ത്രപരമായിട്ട് തന്നെയാണ്
ദുര്യോധനൻ ദ്രോണാചാര്യനെ സമീപിക്കുന്നത്. അത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള യോദ്ധാക്കളെ പറ്റി വർണ്ണിച്ചതിന് ശേഷം 8ാമത്തെ ശ്ലോകത്തിൽ കൗരവാദികളെ പറ്റി ദുര്യോധനൻ വർണ്ണിക്കുന്നു. എങ്ങനെയാണ്? നമുക്ക് 8ാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നു ചെല്ലാം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. ആരൊക്കെയാണ് യുദ്ധക്കളത്തിലുള്ളത്? യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ, ഭീഷ്മർ, കർണൻ, കൃപൻ, അശ്വത്ഥാമാവ്, വികർണൻ, സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരും ഉണ്ട്. ഭാവാർത്ഥം: സ്വപക്ഷത്തുള്ള മികച്ച സേനാനികളെയും ദുര്യോധനൻ എണ്ണിപ്പറയുന്നു. യുദ്ധത്തിൽ തോൽവിയില്ലാത്തവരാണ് ആ വീരന്മാർ. വികർണൻ ദുര്യോധനന്റെ സഹോദരനും അശ്വത്ഥാമാവ് ദ്രോണന്റെ പുത്രനും, സൗമദത്തി അഥവാ ഭൂരിശ്രവസ് ബ്ലാഹിക രാജാവിന്റെ മകനുമാണ്. പാണ്ഡവുമായുള്ള വിവാഹത്തിന് മുമ്പ് കുന്തിക്ക് പിറന്ന പുത്രനാണ്. അർജുനന്റെ ഭ്രാതാവാണ് കർണൻ. ദ്രോണാചാര്യനാകട്ടെ കൃപാചാര്യരുടെ സഹോദരി ഭർത്താവും. ഇങ്ങനെ മറുപക്ഷത്ത് വർണ്ണിച്ചതിന് ശേഷം സ്വപക്ഷത്ത് ആരൊക്കെയുണ്ട് എന്ന് പറയുന്നു. ഇവിടെ ദുര്യോധനൻ വീണ്ടും തന്ത്രപരമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശ്ലോകവും വർണ്ണിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആരുടെയൊക്കെ നാമങ്ങളാണ് ഇതിൽ പറയുന്നത്? ആദ്യം തന്നെ പറയുന്നു താങ്കൾ, അങ്ങ്. ആരാണ്? ദുര്യോധനൻ അഭിസംബോധന ചെയ്യുന്നത് ആരോടാണ്? ദ്രോണരോടാണ്. അപ്പോൾ ദ്രോണരോട് പറയുന്നു, നമ്മുടെ സൈന്യത്തിൽ പല പല മഹാരഥികളുമുണ്ട്, അതിൽ ആദ്യം അങ്ങ് തന്നെയാണ്. അതിനുശേഷം ഭീഷ്മരുടെ നാമം, അതിനുശേഷം കർണന്റെ നാമം. അപ്പോൾ ഇത്തരത്തിൽ ഓരോരോ നാമങ്ങളും പരാമർശിക്കുന്നതിന് കാരണങ്ങളുണ്ട്. നമുക്ക് ചിന്തിക്കാം. ആദ്യം ഭീഷ്മന്റെ നാമം ഉച്ചരിക്കുന്നതല്ലേ നല്ലത്? കാര്യം ഭീഷ്മന് സ്വച്ഛന്ത മൃത്യു എന്നുള്ളൊരു വരദാനമുണ്ട്. സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ ഇച്ഛിക്കുന്നത് ആ സമയത്ത് മാത്രമേ ഈ ലോകം വെടിഞ്ഞു പോവുകയുള്ളൂ. എപ്പോൾ മരിക്കണമെന്ന് ഭീഷ്മന് തീരുമാനിക്കാം. ഇതാണ് ഭീഷ്മപിതാമഹന്റെ ശക്തി. കർണന്റെ ശക്തിയെപ്പറ്റി നമുക്കറിയാം. വളരെ അധികം കഴിവുള്ള ഒരു യോദ്ധാവാണ് കർണൻ. ദ്രോണരാകട്ടെ പാണ്ഡവരുടെയും കൗരവരുടെയും ആചാര്യനാണ്. അപ്പോൾ ആദ്യം ദ്രോണാചാര്യന്റെ നാമം പരാമർശിക്കുന്നതിന് ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദ്രോണൻ ബ്രാഹ്മണനാണ്. അതേസമയം ഭീഷ്മർ ക്ഷത്രിയനാണ്. എന്നാൽ കർണനാകട്ടെ ഈ സമയത്ത് ബ്രാഹ്മണനായിട്ടോ അല്ലെങ്കിൽ ക്ഷത്രിയനായിട്ടോ കാണാൻ സാധിക്കുകയില്ല. ദുര്യോധനൻ അംഗരാജ്യം നൽകി, അതുകൊണ്ട് ഒരു ക്ഷത്രിയനായി കാണാം. എങ്കിലും കർണനെ ആ സമയത്ത് പരാമർശിക്കുന്നത് സൂതപുത്രനായിട്ടാണ്. അപ്പോൾ ആദ്യം ഒരു ബ്രാഹ്മണന്റെ നാമധേയമാണ് ദുര്യോധനൻ പരാമർശിക്കുന്നത്. അതുകൊണ്ട് അത് ഭീഷ്മർക്കും അതുപോലെ തന്നെ കർണനും സമ്മതമാകും. അതിനുശേഷം ക്ഷത്രിയനായിട്ടുള്ള ഭീഷ്മരുടെ നാമം പരാമർശിക്കുന്നു. അപ്പോൾ സ്വന്തം പക്ഷത്ത് കർണൻ വളരെ അധികം ശക്തിശാലിയായിട്ടുള്ള ഒരു പോരാളിയാണ്. ധനുർവിദ്യ അത്ര അധികം അറിവുള്ള ഒരാളാണ് കർണൻ. പരശുരാമനാണ് ഗുരു. അങ്ങനെ ഇരിക്കെ ഈ പ്രായാധിക്യം എത്തിച്ചേർന്ന ഭീഷ്മന്റെയും ദ്രോണന്റെയും നാമങ്ങൾ മാത്രം പരാമർശിച്ചു കഴിഞ്ഞാൽ കർണന് ഉത്സാഹമുണ്ടാവുകയില്ല. കാര്യം യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ അസ്ത്രങ്ങൾ തൊടുത്തുവിടാൻ പോകുന്നത് കർണനാണ്. അതുകൊണ്ട് കർണൻ ചിന്തിക്കും, ഈ പ്രായാധിക്യമായവരെ പറ്റി പരാമർശിക്കുന്നതിൽ എന്താണ് കാര്യം? ഞാനാണ് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ കർണനെ സമാധാനിപ്പിക്കാനായിട്ടാണ് ദ്രോണനും ഭീഷ്മനും ശേഷം കർണന്റെ നാമധേയം അവിടെ ഉരുവിടുന്നത്.
അങ്ങനെ വളരെ തന്ത്രപരമായിട്ട് തന്നെയാണ് പല പല നാമധേയങ്ങളും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. കൃപൻ എന്ന് പറയുന്നത് ദ്രോണന്റെ അടുത്ത ബന്ധുവാണ്. അതുകൂടാതെ വികർണനുണ്ട്. വികർണൻ കൗരവപക്ഷത്താണ്. എന്നാൽ വികർണൻ ദ്രോണർക്കോ അല്ലെങ്കിൽ ഭീഷ്മർക്കോ തത്തുല്യനല്ല. എന്നിരുന്നാലും വികർണന്റെ നാമം ഇവിടെ പരാമർശിക്കുന്നു. അതിനും ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് അതിനെതിരെ പ്രതികരിച്ച ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് വികർണനാണ്. അപ്പോൾ വികർണൻ കൗരവരുടെ പക്ഷത്താണ്. എന്നിരുന്നാലും ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് വികർണൻ അതിനെ എതിർത്തു. അതുകൊണ്ട് വികർണനെ സ്വന്തം പക്ഷത്ത് കൊണ്ടുവരാനും വികർണന് പ്രചോദനം നൽകാനും വേണ്ടിയിട്ടാണ് ദുര്യോധനൻ ആ വികർണന്റെ നാമധേയം ഈ 3-4 മഹാരഥിമാരുടെ നാമങ്ങൾക്ക് ശേഷം പരാമർശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെയധികം ചിന്തിച്ചിട്ടുള്ള വാക്കുകളാണ്, അല്ലാതെ വെറുതെ പറയുന്നതല്ല. അങ്ങനെ അതിനുശേഷം പിന്നീട് അശ്വത്ഥാമനെ പറ്റി പറയുന്നുണ്ട്, വികർണനെ പറ്റിയുണ്ട്, സമുദ്രത്തിനെ പറ്റിയുണ്ട്. ഇതാണ് 8ാമത്തെ ശ്ലോകം. ഇതിനുശേഷം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഇതും സൈന്യത്തിന്റെ വർണ്ണനയാണ്. എങ്ങനെയാണ് ദുര്യോധനൻ സൈന്യത്തെ അണിനിരത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. 9ാമത്തെ ശ്ലോകം. അന്യേച ബഹവ ശൂരാ മദർത്ഥേ തെക്തജീവിതാഃ നാനാശാസ്ത്ര പ്രഹരണാ സർവേ യുദ്ധവിശാരദാഃ. എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീര യോദ്ധാക്കളും. നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണവർ. അപ്പോൾ ഇവിടെ ഇവര് മാത്രമല്ല, ഇവിടെ ഇത് കൂടാതെ പല പല യോദ്ധാക്കളുമുണ്ട്. ജയദ്രഥൻ, കൃതവർമാവ്, ശല്യർ തുടങ്ങിയവരും മറ്റുള്ളവരും ദുര്യോധനു വേണ്ടി ജീവൻ ബലി കൊടുക്കുവാൻ തയ്യാറായി വന്നിരിക്കുന്നവരാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പാപിയായ ദുര്യോധനന്റെ പക്ഷത്ത് ചേർന്നതുകൊണ്ട് തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുമെന്ന് തീർച്ചയായി കഴിഞ്ഞു. എങ്കിലും ഈ സുഹൃത്തുക്കളുടെ ഏകോപിച്ച ബലം തനിക്ക് വിജയം നേടിത്തരുമെന്ന് ദുര്യോധനൻ വിശ്വസിക്കുന്നു. ഇതാണ് ഇതിന്റെ ഭാവാർത്ഥം. അപ്പോൾ ഇവിടെ തെക്തജീവിതാഹ എന്നാണ് വാക്ക് ഉപയോഗിക്കുന്നത്. എന്താണ് തെക്തജീവിതാഹ? അവർ ജീവൻ തെക്തജീവിത എന്ന് പറഞ്ഞ് ഒരർത്ഥത്തിൽ ജീവൻ ത്യജിക്കാൻ ഒരുങ്ങി വന്നതാണ് എന്നാണ് ഒരർത്ഥം. അതല്ല, തെക്തജീവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവൻ ത്യജിച്ചു കഴിഞ്ഞു എന്നൊരർത്ഥം കൂടിയുണ്ട്. ആ അർത്ഥം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ യുദ്ധത്തിൽ ഈ വർണ്ണിച്ചിരിക്കുന്ന ഈ കൗരവാദികളെല്ലാവരും ഇല്ലാതായി മാറും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെറിയ ഗൂഢരൂപത്തിൽ ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് 10ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. 10ാമത്തെ ശ്ലോകവും വളരെ ലളിതമാണെന്ന് തോന്നാം, എങ്കിലും അതിനും വളരെ രസകരമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ഇവിടെ പറയുന്നു, 10ാമത്തെ ശ്ലോകം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. അപ്പോൾ അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണ്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും. ഇവിടെ ദുര്യോധനൻ വീണ്ടും തന്ത്രപരമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എന്താണ് പറയുന്നത്? നമ്മുടെ സൈന്യത്തിന് വളരെ അധികം ശക്തിയുണ്ട്. അപ്പോൾ അപര്യാപ്തം എന്ന വാക്കിന് ആദ്യം നാം എടുക്കാൻ പോകുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ അളവറ്റ ശക്തിയാണ്, ഇമ്മെഷറബിൾ സ്ട്രെങ്ത് ആണുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ സൈന്യം അളവറ്റതാണ്, വളരെ അധികം ശക്തിയുള്ളതാണ് നമ്മുടെ സൈന്യം. എന്തുകൊണ്ടാണ്? ഭീഷ്മനാൽ രക്ഷിക്കപ്പെട്ടതാണ് നമ്മുടെ സൈന്യം. എന്നാൽ പാണ്ഡവരുടെ സൈന്യമാകട്ടെ വളരെ പരിമിതമാണ് ശക്തിയിൽ. അത് സംരക്ഷിക്കുന്നത് ഭീമനാണ്. അപ്പോൾ ഈ അർത്ഥമെടുക്കുകയാണെന്നിരിക്കട്ടെ, അപര്യാപ്തം എന്നുള്ളതിന് പരിമിതികളില്ലാത്ത അനന്തമായ അളവറ്റ ശക്തി എന്നെടുക്കുകയാണെങ്കിൽ ആരാണ് ഇത്തരത്തിലുള്ള ശക്തിയോടുകൂടി പാണ്ഡവരെ ആക്രമിക്കുന്നത്? അത് കൗരവാദികളാണ്. അത് നയിക്കുന്നത് ആരാണ്? ഭീഷ്മനാണ്. അപ്പോൾ ഈ ഒരു ശ്ലോകം കൊണ്ട് ദുര്യോധനൻ ഭീഷ്മർക്ക് പ്രചോദനം നൽകുന്നു. നമ്മുടെ സൈന്യം അളവറ്റതാണ്, അനന്തമായ സൈന്യമാണ് നമ്മുടേത്, നമ്മുടെ ശക്തി അനന്തമാണ്, അത് ഭീഷ്മനാൽ സംരക്ഷിക്കപ്പെടുന്നതാണ് എന്ന് പറയുന്നു. അതിന് വിപരീതമായിട്ട് പാണ്ഡവാദികളുടെ സൈന്യത്തിന്റെ ശക്തി പരിമിതമാണ്, അത് ഭീമനാൽ സംരക്ഷിക്കപ്പെടുന്നതാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിലും ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. എന്താണ്? ഈ അർത്ഥത്തിൽ ഒരു കാര്യം കൂടി നോക്കാം. ഇതിന്റെ ഭാവാർത്ഥം നമുക്ക് വായിക്കാം. രണ്ടു കൂട്ടരെയും സൈന്യബലത്തെ ദുര്യോധനൻ താരതമ്യപ്പെടുത്തുകയാണ് ഇവിടെ. തന്റെ സായുധ സേനാബലം അളവറ്റതും പിതാമഹനായ ഭീഷ്മരുടെ തഴക്കമുള്ള കൈകളിൽ സുരക്ഷിതവുമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. മറിച്ച് പാണ്ഡവരുടെ സൈന്യം പരിമിതവും ഏറെ യുദ്ധപരിചയമൊന്നുമില്ലാത്ത ഭീമൻ രക്ഷിക്കുന്നതുമാണ്. ഭീഷ്മരോട് നോക്കുമ്പോൾ ഭീമൻ വെറും നിസ്സാരനാണ്. ദുര്യോധനന് എന്നും ഭീമനോട് അസൂയയുണ്ടായിരുന്നു. കാരണം താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് ഭീമന്റെ കൈകൊണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. എങ്കിലും ഭീമനേക്കാൾ വളരെ അധികം കഴിവുള്ള ഭീഷ്മന്റെ സേനാധിപത്യം തനിക്ക് വിജയം നേടിത്തരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. യുദ്ധത്തിൽ നിശ്ചയമായും വിജയശ്രീ ലാളിതനാകുമെന്ന് കരുതി. അപ്പോൾ ഇതാണ് ദുര്യോധനന്റെ ചിന്ത. അപ്പോൾ ദുര്യോധനന് ഒരിക്കലും ഭീമനെ ഇഷ്ടമല്ല. നമുക്കറിയാം, ബാല്യത്തിൽ തന്നെ ഭീമനെ വധിക്കാൻ ദുര്യോധനൻ ശ്രമിച്ചു. നമുക്കറിയാം എപ്രകാരമാണ് വിഷം കലർത്തിയ മധുരപലഹാരങ്ങൾ നൽകി അബോധാവസ്ഥയിൽ കിടക്കുന്ന ഭീമനെ നദിയിലെറിയുന്നതും അവിടെ നിന്ന് ഭീമൻ രക്ഷിക്കപ്പെട്ട് പുറത്തു വരുന്നതും. ഭീമൻ എപ്രകാരമാണ് 10,000 ആനകളുടെ ശക്തി ലഭിക്കുന്നതും ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാര്യം, ഭീമൻ നദിയിൽ വീണപ്പോൾ മറ്റു പാമ്പുകൾ കടിച്ചു. അത് ആദ്യം ഉണ്ടായിരുന്ന ആ വിഷത്തിന് പ്രവർത്തനമായി അതിനെ നിർവീര്യമാക്കി. അങ്ങനെ ഭീമൻ വരുണലോകത്ത് പോകുന്നു. അവിടെ നിന്ന് വരം ലഭിക്കുന്നു. അങ്ങനെ തിരിച്ചു വരുന്നു 10,000 ആനകളുടെ ശക്തിയോടുകൂടി. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ദുര്യോധനന് ഭീമനെ തീരെ ഇഷ്ടമല്ല, വളരെ വെറുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും പറയുന്നു, നമ്മുടെ ശത്രുക്കളുടെ സൈന്യബലം എന്ന് പറയുന്നത് പരിമിതമാണ്, അത് ഭീമനാൽ രക്ഷിക്കപ്പെട്ടതാണ്. അപ്പോൾ ഭീമനാകട്ടെ അധികം പരിചയമില്ല ഈ യുദ്ധം മുന്നോട്ട് നീക്കുന്നത്. എന്നാൽ ഈ വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്താണ് വിചാരിക്കുന്നത്? ഭീഷ്മനെ സംബന്ധിച്ചിടത്തോളം ഭീഷ്മന് പ്രചോദനമാകും ഈ ശ്ലോകം കേൾക്കുമ്പോൾ. എന്തുകൊണ്ടാണ്? ഇത് അളവറ്റ സൈന്യബലം നമുക്കുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഭീഷ്മർക്ക് സന്തോഷമാകും. അതും ഭീഷ്മനാൽ രക്ഷിക്കപ്പെട്ടതാണ് എന്നാണ് ദുര്യോധനൻ പറയുന്നത്. അങ്ങനെ ഇരുന്നാലും ഈ വാക്കിന് നേരെ വിപരീതം അർത്ഥവുമുണ്ട്. അപര്യാപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിമിതമായിട്ടുള്ള എന്ന അർത്ഥവുമുണ്ട്. അപര്യാപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവ് കുറഞ്ഞ. അപര്യാപ്തം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അപര്യാപ്തമായ, പരിമിതമായ ശക്തിയാണ് നമുക്കുള്ളത്. ആ സൈന്യത്തെ സംരക്ഷിക്കുന്നത് മറ്റാരുമല്ല, ഭീഷ്മനാണ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ നേരെ വിപരീതമുള്ള അർത്ഥം പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അത് ദ്രോണർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദ്രോണർ ഇത് കേൾക്കുമ്പോൾ ദ്രോണർ ചിന്തിക്കുന്നു, നമ്മുടെ സൈനിക ബലം അളവറ്റതല്ല, പരിമിതമാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ സൈന്യത്തെ സംരക്ഷിക്കുന്നത് ഭീഷ്മ പിതാമഹനാണ്. അപ്പോൾ ദ്രോണർ ചിന്തിക്കുന്നു, ഭീഷ്മരുടെ കഴിവ് പോരാ,
നമ്മുടെ സൈന്യം ദുർബലമാണ്. അതുകൊണ്ട് ഞാനാണ് ആചാര്യൻ, ഞാനാണ് ദ്രോണൻ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ശക്തി ഉപയോഗിച്ച് നമ്മുടെ സൈന്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം എന്ന്. അപ്പോൾ രണ്ടാമത്തെ അർത്ഥം എടുക്കുമ്പോൾ അത് ദ്രോണനെ പ്രചോദനം നൽകുന്നു, ദ്രോണനെ ഉത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഒരേ വാക്കുകൊണ്ട്, ഒരേ ശ്ലോകങ്ങൾ കൊണ്ട് ഒരർത്ഥം എടുക്കുമ്പോൾ അത് ഭീഷ്മനെ പ്രചോദിപ്പിക്കുന്നു, ഭീഷ്മന് ഉത്സാഹം നൽകുന്നു. മറ്റേ അർത്ഥം എടുക്കുമ്പോൾ, വിപരീതാർത്ഥം എടുക്കുമ്പോൾ അത് ദ്രോണർക്ക് പ്രചോദനം നൽകുന്നു. ഇത്തരത്തിൽ വളരെ അധികം രാഷ്ട്രീയ ബുദ്ധി ഉപയോഗിച്ച്, നയതന്ത്ര ബുദ്ധി ഉപയോഗിച്ചാണ് ദുര്യോധനൻ സംസാരിക്കുന്നത്. ഇങ്ങനെ ഭീഷ്മരെയും അതുപോലെ തന്നെ ദ്രോണനെയും പ്രചോദിപ്പിക്കാൻ ദുര്യോധനന് സാധിച്ചു. ഇതാണ് ദുര്യോധനന്റെ കഴിവ്. ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെതിരെ, അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തർക്കെതിരെയാണ് ദുര്യോധനൻ ആക്രമിക്കാൻ പോകുന്നത്. ദുര്യോധനന്റെ വെറുപ്പ് ഭക്തർക്കെതിരെയാണ്. ഇത് ഏറ്റവും ഹീനമായിട്ടുള്ള മനോഭാവമാണ്. അവിടെ നമുക്ക് ഈ ഭാഗത്തിലെ അവസാനത്തെ ശ്ലോകത്തിലേക്കും കടക്കാം. ഈ അവസാനത്തെ ശ്ലോകം എന്ന് പറയുന്നത് 11ാമത്തെ ശ്ലോകമാണ്. ഈ ഭാഗത്തിലെ 11ാമത്തെ ശ്ലോകം. അയനേഷു ച സർവേഷു യഥാ ഭാഗം അവസ്ഥിതാഃ ഭീഷ്മവേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഇപ്പോൾ പറയുന്നു, സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം. ഭീഷ്മം ഏവ അഭിരക്ഷന്തു എന്നാണ് പറയുന്നത്. ഭീഷ്മനെ തന്നെ സംരക്ഷിക്കണം. എല്ലാവരും ഏതൊക്കെയാണോ പ്രധാനപ്പെട്ട യുദ്ധസ്ഥാനങ്ങൾ അവിടെ നിലകൊള്ളുക, അവിടെ നിന്നുകൊണ്ട് ഭീഷ്മന് എന്തൊക്കെ സഹായം വേണമോ അത് നൽകുക. ഇതാണ് ദുര്യോധനൻ അതിനുശേഷം പറയുന്നത്. കാര്യം നമുക്കിതിന്റെ ഭാവാർത്ഥം വായിക്കാം. താൻ ഭീഷ്മരെ പുകഴ്ത്തി പറഞ്ഞത് മറ്റുള്ളവരെ അവഗണിക്കുന്നതായി കരുതുമെന്ന് സംശയിച്ച് ദുര്യോധനൻ സ്വാഭാവികമായ നയചാതുര്യത്തോടെ സന്ദർഭ അനുസൃതമായി ചൂടുമാറുന്നു. രാഷ്ട്രീയക്കാരുടെ പ്രത്യേകതയാണ്, അവർ ചൂടുമാറും, കളം മാറ്റി ചവിട്ടും. ഇതുപോലെയാണ് സർവോത്കൃഷ്ടനായ സേനാധിപൻ തന്നെയാണ് ഭീഷ്മ പിതാമഹൻ. എങ്കിലും വൃദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രക്ഷയിൽ ഏവരും സവിശേഷം ശ്രദ്ധിക്കണം. അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കെ തക്കം നോക്കി മറ്റൊരു വശത്തു നിന്ന് ശത്രുക്കൾ ആക്രമണം നടത്തിയേക്കാം. അങ്ങനെ വ്യൂഹം ഭേദിക്കാവുന്ന മർമ്മസ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ വീരയോദ്ധാക്കൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. കുരുക്കളുടെ വിജയം ഭീഷ്മദേവനെ ആശ്രയിച്ചിരിക്കുന്നതാണെന്ന് ദുര്യോധന പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെയും ദ്രോണാചാര്യരുടെയും പൂർണ്ണ സഹായം തനിക്കുണ്ടാവുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അർജുന പത്നിയായ ദ്രൗപദി പ്രമുഖ സേനാധിപരെല്ലാം അടങ്ങിയ സദസ്സിൽ വെച്ച് വസ്ത്രങ്ങൾ അഴിപ്പിക്കാൻ നിർബന്ധിതയായപ്പോൾ തന്നോട് നീതി ചെയ്യണമെന്ന് കരഞ്ഞപേക്ഷിച്ചിട്ടും അവർ രണ്ടുപേരും ഒരക്ഷരം മിണ്ടുകയുണ്ടായില്ല. ആ രണ്ടുപേർക്കും പാണ്ഡവരോട് സ്നേഹമുണ്ടെന്ന് തനിക്ക് അറിയായികയല്ല. എങ്കിലും അന്നത്തെ ചൂതുകളി പോലെയുള്ള സന്ദർഭങ്ങളിൽ സംഭവിച്ചത് തന്നെ ഇപ്പോഴും സംഭവിക്കും. അതായത് ആ സ്നേഹമൊക്കെ തുടച്ച് നീക്കപ്പെടുമെന്ന് തന്നെ ദുര്യോധനൻ പ്രതീക്ഷിച്ചു. അപ്പോൾ ഇവിടെ ദുര്യോധനന്റെ ഒരു പ്രതീക്ഷയുണ്ട്. എന്താണ്? വസ്ത്രാക്ഷേപ സമയത്ത് ഭീഷ്മനും ദ്രോണനും ഒരക്ഷരം ഉരിയാടിയില്ല. അതുപോലെ തന്നെ ഇപ്പോഴും സ്വന്തം ശിഷ്യനെയും അതുപോലെ തന്നെ സ്വന്തം പൗത്രരെയും മറന്ന്, അവരോടുള്ള സ്നേഹം മറന്ന് യുദ്ധത്തിൽ ഭീഷ്മനും ദ്രോണനും പൂർണ്ണമായിട്ടും മുന്നേറും എന്നാണ് ദുര്യോധനന്റെ പ്രതീക്ഷ. അതുകൊണ്ട് എല്ലാവരോടും തന്നെ ദുര്യോധനൻ പറയുകയാണ്, നമുക്ക് ഭീഷ്മരെയാണ് സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. എല്ലാവരും പൂർണ്ണ ശക്തിയോടുകൂടി തന്നെ പാണ്ഡവർക്കെതിരെ പോരാടുക.
നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാന കണ്ണി എന്ന് പറയുന്നത് ഭീഷ്മ പിതാമഹനാണ്. അതുകൊണ്ട് ആ ഭീഷ്മ പിതാമഹനെ പിന്താങ്ങിക്കൊണ്ട് എല്ലാവരും യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ദുര്യോധനൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സൈനികരെയും എല്ലാവർക്കും പ്രചോദനം നൽകിക്കൊണ്ട് ഇപ്രകാരം സംസാരിച്ചു. അപ്പോൾ ഇതാണ് ആദ്യത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗം. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് സൈന്യവിന്യാസം എപ്രകാരമാണെന്ന് പ്രതിപാദിക്കുന്നു. ദുര്യോധനൻ നയതന്ത്ര രാഷ്ട്രീയ പ്രാഗൽഭ്യം ഉപയോഗിച്ച് എപ്രകാരമാണ് സ്വന്തം സേനയെ അണിനിരത്തുന്നത്, അതിനുശേഷം അവർക്കെല്ലാവർക്കും എപ്രകാരമാണ് പ്രചോദനങ്ങൾ നൽകുന്നത് എന്ന് ഈ ഭാഗത്തിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന് ആദ്യത്തെ ശ്ലോകത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കുക. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നാണ് ഈ ശ്ലോകം തുടങ്ങുന്നത്. ഈ ശ്ലോകത്തിൽ തന്നെ ഗർഭമായിട്ടുള്ള ഒരർത്ഥമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രം പുണ്യഭൂമി ആയതുകൊണ്ടും ധർമ്മത്തിന്റെ പിതാവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ ഉള്ളതുകൊണ്ടും ഈ യുദ്ധത്തിന്റെ അന്തിമ ഫലം പാണ്ഡവർക്ക് അനുകൂലമാകും എന്ന് ആദ്യത്തെ ചോദ്യം തന്നെ കാണിക്കുന്നു. എപ്രകാരമാണോ ധർമ്മത്തിന്റെ അധിപതിയായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു കളത്തിൽ എപ്രകാരമാണോ അവിടെയുള്ള മറ്റ് അനാവശ്യമായിട്ട് വളരുന്ന ചെടികളെയും മറ്റും പറിച്ചു കളയുന്നത്, അതുപോലെ തന്നെ കളകളെ എപ്രകാരമാണോ പറിച്ചു കളയുന്നത്, അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ദുര്യോധനാലികൾ ഇല്ലാതാകും എന്ന് തന്നെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇതാണ് ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ ഭാഗം. ഇതിനു ശേഷം അടുത്ത ഭാഗം നാം ഇന്ന് ചർച്ച ചെയ്യുന്നില്ല. അടുത്ത ഭാഗം എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ആ ഭാഗത്തിനും വളരെയധികം പ്രത്യേകതയുണ്ട്. അതാണ് രണ്ടാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിജയലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പാണ്ഡവാദികൾക്ക് തന്നെയാണ് വിജയം എന്ന് വിളിച്ചോതുന്ന വിജയലക്ഷണങ്ങൾ അടുത്ത ഭാഗത്തിൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അതിലേക്ക് അടുത്ത ആഴ്ച നമുക്ക് കടന്ന് ചെല്ലാം. അപ്പോൾ നിർത്തുന്നതിന് മുമ്പ് എല്ലാവരും അടുത്ത ആഴ്ച വരുമ്പോൾ ഇന്ന് നാം ചർച്ച ചെയ്ത വിഷയങ്ങൾ ഭഗവത്ഗീത യഥാരൂപമെടുത്ത് വായിക്കുക, മനസ്സിലാക്കുക. അതിനുശേഷം അടുത്ത ഭാഗത്തിലേക്ക് കടന്നു ചെല്ലുക. അടുത്ത ഭാഗം എന്ന് പറയുന്നത് 12 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളാണ്. 12 മുതൽ 20 വരെയാണ് വിജയലക്ഷണങ്ങൾ. പാണ്ഡവരുടെ വിജയലക്ഷണങ്ങളാണ് 12ാമത്തെ ശ്ലോകങ്ങൾ മുതൽ 20ാമത്തെ ശ്ലോകം വരെ കാണിച്ചു നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 9 ശ്ലോകങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച പഠിക്കുന്നതായിരിക്കും. അതിനുശേഷം സമയമുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് നാം കടന്നു ചെല്ലും. അപ്പോൾ ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായത്തിൽ 4 വിഭാഗങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേതാണ് സൈന്യവിന്യാസവും യുദ്ധക്രമീകരണങ്ങളും. രണ്ടാമത്തേതാണ് പാണ്ഡവരുടെ വിജയ ലക്ഷണങ്ങൾ. അപ്പോൾ ഞാനിവിടെ നിർത്തുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോഴാകാം. എല്ലാവർക്കും ഇത് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തത്. അതെ, എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. ആ ഇതിന്റെ റെക്കോർഡഡ് വേർഷൻസ് ഇടാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇതിന്റെ റെക്കോർഡഡ് വെർഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു പ്രഭു. ഉം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ. ഇന്ന് ഈ ലൈൻ വളരെ മോശം, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് കട്ട് ചെയ്ത് പോയി പറയുന്നത് മനസ്സിലായില്ല അധികം. ഓ, അത് ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത തവണ കുറച്ചുകൂടി ബെറ്റർ കണക്ഷൻ ഞാൻ ശ്രമിക്കാം. ഇത്തവണ ഞാൻ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കണക്ഷനാണ് എടുത്തത്, അതുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചത്. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിന്നെ പ്രഭുജി, ഈ ദുര്യോധനനെ ഒരു നല്ല കഥാപാത്രമായിട്ടാണ് പലരും ചിത്രീകരിച്ചിട്ടുള്ളത്. അത് അതായത് എല്ലാവർക്കും ഓരോരോ വീക്ക്നെസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ മാതിരി ദുര്യോധനും വീക്ക്നെസ് ഉണ്ട്. രാജ്യമൊന്നും രാജാവായിരിക്കണമെന്നും ഉള്ള അതെ, യുദ്ധത്തിൽ തോൽക്കുമെന്നറിയാം. പിന്നെന്തിനാ യുദ്ധം ചെയ്യാൻ പോകുന്നത്? അതിൽ രണ്ട് വസ്തുതകൾ ഞാൻ കേട്ടു. ഒന്ന്, പലപ്പോഴും ദുര്യോധനെ ഒരു നല്ല കഥാപാത്രമായിട്ട് ചിത്രീകരിക്കാറുണ്ട്. ഇത് ഒരു കാര്യം. രണ്ട്, ഇത്തരത്തിൽ എല്ലാവർക്കും പല വിധത്തിലുള്ള വീഴ്ചകളുണ്ട്. യുദ്ധം ജയിക്കില്ല എന്നറിയാം, എന്നിരുന്നാലും എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കണം, എവിടെയാണ് നന്മ, എവിടെയാണ് തിന്മ, അതിന്റെ അടിസ്ഥാനം എന്താണ്? എന്താണ് നന്മ, എന്താണ് തിന്മ, ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം ഭഗവാനെയും അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തജനങ്ങളെയും സേവിക്കുക എന്നുള്ളതാണെങ്കിൽ അതാണ് നന്മ. അതല്ല, ഭഗവാനും ഭക്തർക്കും എതിരെയാണ് നാം പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത് എങ്കിൽ അതാണ് തിന്മ. എന്തുകൊണ്ടാണ്? എല്ലാ ആത്മാക്കളും ഭഗവാന്റെ അംശമാണ്. അപ്പോൾ ഭഗവാൻ നിന്ന് എതിരെ നാം പോവുകയാണെങ്കിൽ അത് തിന്മയാണ്. അപ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ദുര്യോധനൻ വളരെ ബുദ്ധിശാലിയായിട്ടുള്ള, തന്ത്രശാലിയായിട്ടുള്ള, രാഷ്ട്രീയ വൈദഗ്ധ്യമുള്ള ഒരാളായിരുന്നാലും അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി നല്ലതല്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഭഗവാനും ഭഗവാന്റെ ഭക്തർക്കും എതിരെയാണ് പ്രവർത്തിക്കുന്നത്. ആയിരിക്കെ അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാനുള്ള ആഗ്രഹം ഉള്ളത് തെറ്റായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ആ ആഗ്രഹം ഭഗവാനും ഭക്തർക്കും എതിരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നീട് ഒരു കാര്യം പറഞ്ഞു, അപ്രകാരം ദുര്യോധനൻ അറിയാം ഈ യുദ്ധം ജയിക്കില്ല എന്ന്. അതല്ല, ആ വൈരം വളരെ അധികമുണ്ട്. എങ്കിലും എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ പ്രത്യേകത. പലപ്പോഴും തെറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ നാം ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ് എന്ന് നമുക്കറിയാമെങ്കിലും നാം അത് പ്രവർത്തിക്കുന്നു. അർജുനൻ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ. പലർക്കും അറിയാം നമ്മുടെ പ്രവൃത്തി തെറ്റാണ് എന്ന്. അത് നമുക്ക് ചെയ്യണ്ട എന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ അത്തരത്തിൽ തെറ്റായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തു പോകുന്നു. എന്തുകൊണ്ട് എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്. അതിനുത്തരം ഭഗവാൻ പറയുന്നു, കാമ ഏഷ ക്രോധ ഏഷ രജോഗുണ സമുദ്ഭവ മഹാശിനോ മഹാപത്മ വിദ്യേഹമേവ വൈരിണ. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് ആ കാമമാണ്. കാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികമായിട്ട് സുഖം അനുഭവിക്കാനുള്ള ആഗ്രഹം. ഇതാണ് കാമം. ഈ കാമം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള രജോഗുണത്തിന്റെ ഒരു സൃഷ്ടിയാണ് ഈ കാമം. അല്ലെങ്കിൽ
ഭൗതികമായിട്ട് മാത്രം ആസ്വദിക്കാനുള്ള ആ ആഗ്രഹം, ഇതാണ് കാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഇവിടെ ദുര്യോധനന്റെ കാര്യം നോക്കുമ്പോൾ ദുര്യോധനൻ ആരായിരുന്നു? ദുര്യോധനന്റെ രാജ്യം ഭരിക്കാനുള്ള ആഗ്രഹം കാരണം എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു ദുര്യോധനൻ. കുട്ടിക്കാലത്ത് തന്നെ ഭീമനെ വധിക്കാൻ ശ്രമിച്ചു, പിന്നെ അരക്കില്ലത്തിന് തീ കൊളുത്തി, ചൂതുകളിൽ ചതിച്ചു, കാട്ടിലേക്ക് അയച്ചു പാണ്ഡവരെ. ഇങ്ങനെ പല വിധത്തിൽ പാണ്ഡവരെ വധിക്കാൻ ശ്രമിച്ചു. എല്ലാം എന്തുകൊണ്ടാണ്? ആ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന്റെ പേരാണ് കാമം. ഇത് എല്ലാ ജീവാത്മാക്കളുടെയും ശത്രുവാണ് ഈ കാമം. ഈ കാമത്തിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള രജോ ഗുണം കാരണമാണ്. അതുകൊണ്ട് പിന്നീട് ഭഗവത്ഗീതയിൽ ഭക്തിയോഗം പ്രതിപാദിക്കും. ആ ഭക്തിയോഗത്തിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം എപ്രകാരം നമുക്ക് ഈ ത്രിഗുണങ്ങളെ ഇല്ലാതാക്കാം എന്ന്. ഭഗവാൻ എന്ന് പറയുന്നത് ത്രിഗുണങ്ങളുടെ അതീതനാണ്. അതുപോലെ തന്നെ നാം ജപിക്കുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത് ത്രിഗുണങ്ങൾക്ക് അപ്പുറമാണ്. അപ്പോൾ ഈ ത്രിഗുണങ്ങളെയും, ഇപ്പോൾ ത്രിഗുണത്തിൽ രജോ ഗുണവും ഉൾക്കൊള്ളുന്നു, തമോ ഗുണവും ഉൾക്കൊള്ളുന്നു, സത്വഗുണവും ഉൾക്കൊള്ളുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ടുള്ള ശുദ്ധ സത്വത്തിലേക്ക് എത്താനായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം സഹായിക്കുന്നു. അപ്പോൾ ഇതിന് പോംവഴിയും ഉണ്ട്. അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് ഉള്ളിലുള്ള കാമം. നമുക്കും അത്തരത്തിലുള്ള കാമം ഉണ്ട്, പക്ഷെ അതിന് പ്രതിവിധിയുണ്ട്. ആ പ്രതിവിധിയാണ് ഹരിനാമ സങ്കീർത്തനം, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. അതിനു വേണ്ടിയിട്ടാണ് നാം ഇപ്പോൾ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിലൂടെ ഭഗവാൻ എപ്രകാരമാണ് ഈ അറിവ് നമുക്ക് പകർന്നു നൽകുന്നത് എന്ന് മനസ്സിലാക്കാം. അത് വ്യക്തമായോ? ഹരേ കൃഷ്ണ, വ്യക്തമായി. എന്നാലും ഒരു 100 സംശയങ്ങളുണ്ട് ഇതിനെ. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോളൂ. ഒന്നൊന്നായിട്ട് ചോദിക്കാം. വേറെ ഏതെങ്കിലും സംശയങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ. ആത്മീയനായ ഒരു അച്ഛന്റെ മകന് ഇത്ര നയതന്ത്രമായ ഈ ബുദ്ധി എങ്ങനെ കിട്ടി പ്രഭു? ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും മകനും ആധ്യാത്മികമായിട്ട് അന്ധരാണ്, ധൃതരാഷ്ട്രരും ദുര്യോധനും. എന്നിരുന്നാലും ഈ ബുദ്ധിപാഠവും നയപാഠവും നോക്കുകയാണെങ്കിൽ ഇവർ പ്രഗത്ഭരാണ്. എന്തുകൊണ്ടാണ്? എവിടെ നിന്നാണ് ഇത് ലഭിക്കുന്നത്? ഇതിന്റെ പേരാണ് നമ്മുടെ കർമ്മഫലം. അപ്പോൾ നമുക്ക് കർമ്മഫലം ഉണ്ടെങ്കിൽ നമുക്ക് ഭൗതികമായിട്ടുള്ള സാമർഥ്യം, പാടവങ്ങൾ ലഭിച്ചു എന്നിരിക്കും. പക്ഷേ അത് ആധ്യാത്മികതയുമായിട്ട് താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഭൗതികമായിട്ട് ലഭിക്കുന്ന സിദ്ധികൾ, ഭൗതികമായിട്ട് ലഭിക്കുന്ന കഴിവുകൾ, പാടവങ്ങൾ, ഇതെല്ലാം ഭൗതികമാണ്. ഇതും നമ്മുടെ ആധ്യാത്മികതയുമായിട്ട് ബന്ധമില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് നല്ലവണ്ണം പാടാനുള്ള കഴിവുണ്ട്, എന്നാൽ ഭക്തി തീരെ ഇല്ല. അപ്പോൾ പല സിനിമാ പാട്ടോ മറ്റ് പാട്ടുകളോ പാടി എന്നിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് അത്തരത്തിലുള്ള കഴിവ് ലഭിക്കുന്നത്? അത് ഈ ജന്മം മാത്രമല്ല, കർമ്മം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഇതിനു മുമ്പ് നമ്മൾ അതിനെപ്പറ്റി പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ കർമ്മഫലമായിട്ട് അത്തരത്തിലുള്ള വലിയ കഴിവുകൾ നമുക്ക് ലഭിച്ചു എന്നിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടെങ്കിലും അത് ആധ്യാത്മികമായിട്ടുള്ള കഴിവല്ല. അപ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കഴിവാണോ നമുക്കുള്ളത്, എന്തൊക്കെ പാഠവങ്ങളാണോ നമുക്കുള്ളത്, അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇതിന്റെ പേരാണ് ഭക്തി. അതുകൊണ്ട് ഭക്തിയെപ്പറ്റി ഇപ്രകാരമാണ് പറയുന്നത്: ഹൃഷീകേന ഹൃഷീകേശ സേവനം ഭക്തിരു ഉച്യത്തെ. ഹൃഷീകങ്ങൾ കൊണ്ട്, ഹൃഷീകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഹൃഷീകങ്ങൾ കൊണ്ട്, ഹൃഷീകങ്ങളുടെ ഈശ്വരനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുമ്പോൾ, സേവിക്കുമ്പോൾ അതിനെ ഭക്തി എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിന് സൗന്ദര്യമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ആധ്യാത്മികമായിട്ട് അതിന് യാതൊരു വിലയുമില്ല.
പക്ഷെ നമ്മുടെ ശരീരം നാം ഭഗവാന് വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ, ഭഗവത് സേവനത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആധ്യാത്മികതയായിട്ട് മാറുന്നു. അപ്പോൾ ഭൗതികമായിട്ടുള്ള ഈ നയപാടവങ്ങൾ ഒരാളുടെ കർമ്മഫലം മാത്രമാണ്. അത് ഈ ജന്മം ഉണ്ടാകും, അടുത്ത ജന്മം ഉണ്ടാകണം എന്നില്ല. ഈ ജന്മം ആർക്കാണ്? ഈ ജന്മം ദുര്യോധനന് രാജകുടുംബത്തിൽ ജന്മം ലഭിച്ചു എന്ന് പറഞ്ഞ് അടുത്ത ജന്മം ഇതുപോലെ ആകണം എന്നില്ല. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് വ്യക്തമായോ? ഓക്കെ ബ്രോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. വാട്ട് കർണ ഡിഡ് അർജുന ടു ബി കൺസിഡർഡ് ആസ് ശ്രീകൃഷ്ണസ് ബെസ്റ്റ് ഫ്രണ്ട്? What karma did Arjuna do to be considered as Sri Krishna's best friend and also to receive advice Bhagavad Gita straight from Sri Krishna? വളരെ നല്ലൊരു ചോദ്യമാണ്. എന്ത് കർമ്മം അല്ലെങ്കിൽ എന്ത് പുണ്യകർമ്മം അർജുനൻ അനുഷ്ഠിച്ചത് കൊണ്ടാണ് ഭഗവാന്റെ സുഹൃത്തായിട്ട് മാറിയതും അതുപോലെ തന്നെ ഭഗവാൻ ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്നതിനായിട്ട് അർജുനനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു? അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അർജുനൻ കൃഷ്ണന്റെ സന്തത സഹചാരിയാണ്. ഒരു ജന്മത്തിൽ മാത്രമല്ല, എല്ലാ ജന്മങ്ങളിലും അർജുനൻ കൃഷ്ണനോടൊപ്പമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ പലപ്പോഴും നരനാരായണൻ എന്ന് കേട്ടിട്ടുണ്ടാകും. ഋഷിമാർ, നരനാരായണ ഋഷിമാർ. ആ നരനാരായണ ഋഷിമാർ വസിക്കുന്നത് ബദരികാശ്രമത്തിലാണ്, ഹിമാലയത്തിൽ. അതിൽ നരൻ അർജുനനാണ്, നാരായണൻ ശ്രീകൃഷ്ണനാണ്. അപ്പോൾ ഭഗവത്ഗീത 4-ാമത്തെ അധ്യായത്തിൽ ഇതിന് ഉത്തരം നൽകുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും പല 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 ജന്മങ്ങളിലായിട്ട് പല ലോകങ്ങളിലും പോയി ഈ അറിവ് പകർന്നു നൽകിയിട്ടുണ്ട്. അതിൽ എല്ലാ ജന്മങ്ങളെ പറ്റിയും ഭഗവാൻ ശ്രീകൃഷ്ണന് ഓർമ്മയുണ്ട്, എന്നാൽ അർജുനന് ഓർമ്മയില്ല. എന്തുകൊണ്ടാണ്? ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അതേസമയം അർജുനനാകട്ടെ ജീവാത്മാവാണ്. എന്നാൽ സംസിദ്ധി നേടിയ ജീവാത്മാവാണ് അർജുനൻ. അതുകൊണ്ടാണ് ഭഗവാന്റെ സഹചാരിയായിട്ട് എപ്പോഴും എല്ലാ ലോകങ്ങളിലും പോയിട്ട് ആ ലീലകളിൽ പങ്കുചേരുന്നത്. അപ്പോൾ അർജുനൻ എന്ത് പുണ്യകർമ്മം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് ഭക്തികർമ്മം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ കാലത്തും നിത്യവും ഭഗവാൻ ഒപ്പം തന്നെയാണ് അർജുനൻ. അപ്പോൾ അർജുനൻ നിത്യസിദ്ധനാണ്. 2 തരത്തിലുള്ള ജീവാത്മാക്കളുണ്ട്. അതിൽ ഒന്നാണ് സാധനാസിദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭക്തി അനുഷ്ഠിച്ച് സിദ്ധി നേടുന്നവർ. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യസിദ്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും സിദ്ധരായി ഭഗവാന്റെ ഒപ്പമാണ്. അപ്പൊ അർജുനൻ ഒരു നിത്യസിദ്ധനാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഒപ്പം എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഭക്തികർമ്മങ്ങളിൽ അനുഷ്ഠിക്കേണ്ടി വന്നില്ല. എപ്പോഴും ഭഗവാനെ ഭക്തിയുത സേവനത്തോടുകൂടി സേവിക്കുകയാണ് അർജുനൻ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ഇത് വ്യക്തമായോ? ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അത് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒരു കാര്യം പറയാം. ഇവിടെയും ദുര്യോധനൻ ദുർബുദ്ധിയാണ്, എങ്കിലും ആ ബുദ്ധി സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സൽബുദ്ധിയാണുള്ളതെങ്കിൽ അത് നമുക്ക് ഭഗവത് സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഹൃത് വാക് വബുർഭിർ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കായേന വാച മനസേന്ദ്രിയർവാ, അല്ലെ? നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് നാം ഭഗവാനെ ആരാധിക്കണം, ഭഗവാനെ സേവിക്കണം. അതാണ് ഭക്തി. അപ്പോൾ ഭഗവത്ഗീത കൂടുതൽ ഉൾക്കൊള്ളണം എങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. അതുപോലെ തന്നെ നാം ആഹാരം ഭക്ഷിക്കുന്നതിന് മുമ്പ് അത് ഭഗവാന് നൈവേദ്യമായിട്ട് അർപ്പിക്കണം. ഇങ്ങനെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ
ഭഗവത്ഗീത മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് പ്രാവർത്തികമാക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരെയും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, അടുത്ത ആഴ്ച 1-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകം മുതൽ 20-ാമത്തെ ശ്ലോകം വരെയാണ്. പിന്നീട് സമയമുണ്ടെങ്കിൽ കുറച്ച് ശ്ലോകങ്ങൾ കൂടി എടുക്കും. പക്ഷെ ഏറ്റവും കുറഞ്ഞത് ഈ ശ്ലോകങ്ങൾ അതിന്റെ ഭാവാർത്ഥവും വായിച്ചു വരിക. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത്, ഈ ഭാഗത്തിൽ നമ്മൾ പാണ്ഡവരുടെ വിജയലക്ഷണങ്ങളാണ് ഈ ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, മറ്റു ചോദ്യങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ.